ഹലോ ഗൈസ്. അപ്പോൾ ഈ കമൻറ്റ് എന്ന് പറയുന്നത് ഞാൻ മൊട്ടടിച്ചതിന് ശേഷം എൻ്റെ ഒരു പിക്ക് ഇട്ടപ്പം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ് ട്രാൻസ് ആണോ എന്ന്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ വ്യക്തി എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. എന്നാലും അവൻ്റെ സംശയം നമ്മൾ തീർത്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപാട് നാളെ ഒരു 2 വീക്ക് മുമ്പാണ് അവൻ ഈ കമൻറ്റ് ഇട്ടത്. എനിക്ക് എക്സാം കണക്കേണ്ട വീഡിയോ എടുക്കാൻ പറ്റാണ്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അവന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് ഞാൻ ട്രാൻസ് ആണോ എന്നാണ് അവൻ എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഞാനൊരു ഡൗട്ട് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി മൊട്ടടിച്ച് അവളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഷർട്ടും ജീൻസൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ അവൾ ട്രാൻസ് ആവുമോ? അതുപോലെ ഒരു ആൺകുട്ടി അവൻ്റെ ഇഷ്ടത്തിന് മുടി നീട്ടി വളർത്തി അത്യാവശ്യം ലുക്കിൽ നടന്നു കഴിഞ്ഞാൽ അവനൊരു ട്രാൻസ് ആവുമോ? ഒരാൾ അയാളുടെ ഇഷ്ടത്തിനാണ് അയാൾ വസ്ത്രം ധരിക്കുന്നതും അയാൾ പുറത്തിറങ്ങുന്നതും അയാളുടെ ബോഡിയിൽ അയാൾ വരുത്തുന്ന ചേഞ്ചസും. അത് കണ്ടിട്ട് ട്രാൻസ് ആണെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. അപ്പം ക്യാൻസർ വന്നിട്ട് ഒരുപാട് പേർക്ക് മുടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരോട് പോയിട്ട് നീ ചോദിക്കുമോ ക്യാൻസർ ആണോ എന്ന്? ഇതിപ്പോൾ നീ തമാശയ്ക്ക് ചോദിച്ചതാണെന്നാണ് അല്ലെങ്കിൽ തമാശയ്ക്ക് ചോദിച്ചതാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്നാലും ഇതുപോലെ ചൊറിയാൻ നടക്കുന്ന കുറച്ച് കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നാണല്ലേ ഒരാൾ അയാളുടെ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയത്ത് അയാളുടെ അടുത്ത് വന്നിട്ട് തളർത്താനായിട്ട് ട്രാൻസ് ആണോ മറ്റേതാണോ മറിച്ചേതാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ലെവലേശം ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ പുറകെ പോയിട്ട് ഇങ്ങനെ അവരെ കുത്തി ഇങ്ങനെ രസിക്കാനായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിന്റെ വീട്ടിൽ നിന്റെ അനിയൻ മൊട്ടടിക്കല്ല മുടി നീട്ടി വളർത്തി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അവനോട് പോയി ചോദിക്കും നീ ട്രാൻസ് ആണോടാ? അല്ലെങ്കിൽ എനിക്കൊരു അനിയത്തി ഉണ്ട്, ആ കുട്ടി മൊട്ടടിച്ച് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ഇട്ട് നടത്തുന്നത് നീ അവളോട് പോയി ചോദിക്കും ട്രാൻസ് ആണ്. നീ ഇപ്പോൾ ഇതേ സ്ഥാനത്ത് ഇപ്പം എൻ്റെ സ്ഥാനത്ത് വേറൊരു ആൺകുട്ടിയാണെന്ന് വെക്കുക, ആ ആൺകുട്ടിയുടെ അടുത്ത് പോയി നീ ചോദിക്കുമോ നീ ട്രാൻസ് ആണോന്ന്? ചോദിക്കില്ല. തിരിച്ച് മറുപടി വരില്ല എന്ന് തോന്നുന്നിടത്ത് നീക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുള്ളൂ. ഇതിപ്പോൾ എല്ലാ പെമ്പിളരും നീ എന്താ പറയുക ഇതുപോലെ കാണരുത്. ഇങ്ങനെ കളിയാക്കി ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയാത്ത പെമ്പിളരാണെന്ന് തോന്നരുത്. എൻ്റെ സ്വഭാവം അറിയുന്ന സ്ഥിതിക്ക് അവൻ അങ്ങനെ എന്നെക്കുറിച്ച് വിചാരിച്ചിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു ആൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇപ്പം ധൈര്യത്തിൽ പോയിട്ട് മുടി നെട്ടി എടുത്ത് നടക്കുന്ന ഒരു ആൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കില്ല നീ ട്രാൻസ് ആണെന്ന്. ചോദിച്ചാൽ ഞാൻ അവൻ്റെ 2 കിട്ടുന്ന അറിയാം. അതുപോലെ പെമ്പിള്ളേരുടെ അടുത്ത് പോയിട്ട് എന്തും ചോദിക്കുക എന്നുള്ളൊരു ധൈര്യമുണ്ട് ചില ചേട്ടന്മാർക്ക്. അത് അവരൊന്നും പറയില്ല, അവർ പേടിച്ചിട്ട് റിയാക്ട് ചെയ്യില്ല എന്നൊക്കെ കരുതിയിട്ടാവണം. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ തിരിച്ച് സീരിയസ് ആയിട്ട് പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ടാവണം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ കണ്ടന്റ് ആക്കണം. കാരണം ഇതുപോലെ ചോദിക്കാനായിട്ട് മുട്ടി നിൽക്കുന്നവർക്ക് അതൊരു റിപ്ലൈ ആയിരിക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ മുടി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് താല്പര്യമാണ്. അതിൽ നിന്നെപ്പോലുള്ള ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ വന്ന് എന്ത് കമൻറ്റ് ഇട്ടാലും എനിക്കതൊന്നുമില്ല, എനിക്കത് പുതിയൊരു കണ്ടന്റ് ആവും. അപ്പോൾ ഹോപ്പ് യു ആർ സാറ്റിസ്ഫൈഡ്. ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.